കോഴിക്കോട് താമരശ്ശേരിയിൽ മർദ്ദനത്തെ തുടർന്ന് ചികിത്സയിലായിരുന്ന 10ാം ക്ലാസ് വിദ്യാർത്ഥി മരിച്ചു. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ചികിത്സയിലിരിക്കെ ഇന്നലെ രാത്രി 12:30 മുഹമ്മദ് ഷബാസിന്റെ മരണം സ്ഥിരീകരിക്കുന്നത്. ഏറ്റുമുട്ടലിന് പിന്നാലെ വിദ്യാർത്ഥികൾ തമ്മിലുള്ള ഞെട്ടിക്കുന്ന ഇൻസ്റ്റഗ്രാം ഗ്രൂപ്പ് ചാറ്റ് വോയിസുകളുമൊക്കെ പുറത്തു വന്നിരിക്കുന്ന ഒരു സാഹചര്യമാണ്. മുഹമ്മദ് ഷബാസിന്റെ പോസ്റ്റ്മോർട്ടം ഇന്ന് രാവിലെ 10 മണിയോടുകൂടി കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നടക്കുമെന്നാണ് ഏറ്റവും പുതിയ വിശദാംശമുള്ളത്. എന്താണെങ്കിലും ഈ വിഷയത്തിൽ ഏറെ സങ്കടകരമായ പ്രതികരണം വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി പ്രതികരിച്ചിട്ടുണ്ട്. വകുപ്പ് തല അന്വേഷണത്തിനും ഉത്തരവിട്ടിട്ടുണ്ട്. കോഴിക്കോട് വിദ്യാഭ്യാസ ഉപഡയറക്ടർ പ്രാഥമിക റിപ്പോർട്ട് സമർപ്പിക്കണമെന്നുള്ള ഉത്തരവ് വിദ്യാഭ്യാസ മന്ത്രി ഘട്ടത്തിൽ അറിയിച്ചിട്ടുമുണ്ട്. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിന്നും ഇപ്പോൾ ബെൻസൺ ബാബു ചേരുന്നുണ്ട്. ബെൻസൺ, 10 മണിയോടുകൂടി തന്നെ പോസ്റ്റ്മോർട്ടം നടപടികൾ ആരംഭിക്കുമെന്നാണ് ഒടുവിലായി അറിയാനും കഴിയുന്നത്. ഏറ്റവും പുതിയ വിവരങ്ങൾ എന്തെല്ലാമാണ് ആശുപത്രിയിൽ നിന്നുള്ളത്? ഏറെ സങ്കടകരമായ ഒരു സാഹചര്യത്തിൽ കൂടിയായിരിക്കും ആ കുടുംബവും അവരെ അറിയുന്നവരും അങ്ങനെ ഓരോരുത്തരും ഈ ഘട്ടത്തിൽ കടന്നു പോകുന്നത്. എത്തരത്തിലാണ് ആ കുട്ടിയുടെ ആരോഗ്യാവസ്ഥ ഇന്നലകളിലൊക്കെ ഉണ്ടായിരുന്നത്? ഈ 12:30 മരണത്തിലേക്ക് ഉണ്ടാകുന്നൊരു സാഹചര്യമൊക്കെ എത്തരത്തിലായിരുന്നു? സംഗീത സൂചിപ്പിച്ചതുപോലെ തന്നെ ഞാനിപ്പോൾ നിൽക്കുന്നത് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ മോർച്ചറിക്ക് സമീപമാണ്. നിലവിൽ ഈ മരിച്ച കുട്ടിയുടെ ബന്ധുക്കളാരും തന്നെ ഇവിടേക്ക് എത്തിച്ചേർന്നിട്ടില്ല. അല്പസമയത്തുള്ളിൽ തന്നെ എത്തിച്ചേരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഏകദേശം 10 മണിയോടുകൂടി തന്നെ പോസ്റ്റ്മോർട്ടം നടപടികൾ ആരംഭിക്കുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. സൂചിപ്പിച്ചതുപോലെ തന്നെ കഴിഞ്ഞ ദിവസം, അതായത് ഈ വ്യാഴാഴ്ച ഇത്തരത്തിൽ മർദ്ദനമുണ്ടാകുന്നു. ഷഹബാസ് വീട്ടിലെത്തുമ്പോൾ ശക്തമായ തലവേദന, ഗുരുതരമായിട്ടുള്ള തലവേദനയുണ്ട് എന്നാണ് ഷഹബാസ് അന്ന് വീട്ടിൽ പറഞ്ഞിരുന്നത്. അങ്ങനെ തലവേദനയുണ്ട്, ക്ഷീണമുണ്ട് എന്ന് പറഞ്ഞ് കിടക്കുന്നു. പിന്നീട് വീട്ടുകാർ വന്ന് നോക്കുമ്പോൾ ഷഹബാസ് ഛർദ്ദിക്കുകയാണ്. അങ്ങനെ ഛർദ്ദിച്ച അല്ലെങ്കിൽ അവശനായി കിടക്കുന്ന ഷഹബാസിനെ ഉടൻ തന്നെ ആശുപത്രിയിലേക്ക് എത്തിക്കുന്നു. തുടർന്ന് കോഴിക്കോട് താമരശ്ശേരിയിലെ താലൂക്ക് ആശുപത്രിയിലാണ് ആദ്യഘട്ടത്തിൽ എത്തിച്ചിട്ടുണ്ടായിരുന്നത്. അവിടെ വെച്ച് നടത്തിയ പരിശോധനയിലാണ് ഷഹബാസിന്റെ അവസ്ഥ ഗുരുതരമാണ് എന്ന് മനസ്സിലാക്കുന്നത്. തലയ്ക്കായിരുന്നു ഗുരുതരമായി പരിക്കേറ്റിട്ടുണ്ടായിരുന്നത്. എന്നാൽ പുറമെ പരിക്കുകളൊന്നും ഉണ്ടായിരുന്നില്ല. ബ്ലഡ് ക്ലോട്ട് ചെയ്ത അവസ്ഥ, തലച്ചോറ് ഇളകി ബ്ലഡ് ക്ലോട്ട് ചെയ്ത അവസ്ഥയായിരുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. അങ്ങനെ താമരശ്ശേരി താലൂക്ക് ആശുപത്രിയിൽ നിന്നും ഉടൻ തന്നെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് ഷഹബാസിനെ മാറ്റുകയായിരുന്നു. ഈ പ്രാഥമിക ഘട്ടത്തിൽ നടത്തിയ പ്രാഥമിക പരിശോധനയിൽ തന്നെ ഗുരുതരമായിരുന്നു ഷഹബാസിന്റെ അവസ്ഥ എന്ന് തന്നെയാണ് ഡോക്ടർമാരിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതീവ ഗുരുതരാവസ്ഥയിലാണ് ചികിത്സയിലേക്ക് കയറ്റുന്നത് തന്നെ. തുടർന്ന് വെന്റിലേറ്ററിന്റെ സഹായത്തോടെയായിരുന്നു ഷഹബാസിന്റെ ജീവൻ നിലനിർത്തിയിരുന്നത്. അങ്ങനെയാണ് ഏകദേശം ഇന്ന് രാവിലെ വെളുപ്പിന് 12:30 മരണം സ്ഥിരീകരിക്കുകയായിരുന്നു. അതീവ ഗുരുതരാവസ്ഥയിലായിരുന്നു ഷഹബാസിന്റെ നില എന്ന് തന്നെ വേണം മനസ്സിലാക്കാൻ. കാരണം ഈ ശക്തമായിട്ടുള്ള അടി തലയ്ക്ക് ഏറ്റിട്ടുണ്ടായിരുന്നു. തലയ്ക്ക് പിന്നിൽ ശക്തമായ അടിയേറ്റിക്കുകയും തല പൂർണ്ണമായും കലങ്ങി, തലച്ചോറടക്കം കലങ്ങുന്ന ഒരു അവസ്ഥ ഉണ്ടായിരുന്നു എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഈ മരണ കാരണമായത് എന്ത് എന്നതിനെ പറ്റി വ്യക്തത വരണമെങ്കിൽ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് അടക്കം, അല്ലെങ്കിൽ പോസ്റ്റ്മോർട്ടം പൂർത്തിയാക്കി പോസ്റ്റ്മോർട്ടം പ്രാഥമിക റിപ്പോർട്ട് അടക്കം പുറത്തു വരേണ്ടതുണ്ട്. സൂചിപ്പിച്ചതുപോലെ കഴിഞ്ഞ ഞായറാഴ്ച മുതലാണ് ഈ സംഭവങ്ങൾക്ക് തുടക്കമുണ്ടാകുന്നത്. ട്യൂഷൻ സെന്ററിൽ വെച്ചുണ്ടാകുന്ന വാക്കുതർക്കം അത് പിന്നീട് വലിയ സംഘർഷത്തിൽ കലാശിക്കുന്നു. ഈ സംഘർഷം നടക്കുന്നത് വ്യാഴാഴ്ചയാണ്. വ്യാഴാഴ്ച വൈകുന്നേരം ഏകദേശം 6:30 താമരശ്ശേരിയിലെ ട്രൈസ് എന്ന ട്യൂഷൻ സെന്ററിന് തൊട്ടു താഴെ വെച്ച് വിദ്യാർത്ഥികൾ പരസ്പരം ഏറ്റുമുട്ടുന്നു. SJ ഹയർ സെക്കൻഡറി സ്കൂൾ, എളേറ്റിൽ വട്ടോളിയിലുള്ള SJ ഹയർ സെക്കൻഡറി സ്കൂൾ, അതോടൊപ്പം തന്നെ താമരശ്ശേരി ഹയർ സെക്കൻഡറി സ്കൂൾ, ഈ 2 സ്കൂളിലെ വിദ്യാർത്ഥികൾ, അതിൽ ഈ SJ എളേറ്റിൽ വട്ടോളി ഹയർ സെക്കൻഡറി സ്കൂളിൽ പഠിക്കുന്ന വിദ്യാർത്ഥിയായിരുന്നു ഷഹബാസ്. അങ്ങനെ ഈ 2 സ്കൂളുകളിലെ വിദ്യാർത്ഥികൾ സംഘം ചേർന്ന് വലിയ സംഘർഷത്തിൽ ഏർപ്പെടുന്നു. ആ സംഘർഷത്തിൽ വെച്ചാണ് ഷഹബാസിന് ഗുരുതരമായി പരിക്കേൽക്കുന്നത്. ഈ ആദ്യഘട്ടത്തിൽ തന്നെ ഷഹബാസിനെ ആശുപത്രിയിൽ എത്തിച്ചതിന് ശേഷം മാതാപിതാക്കൾ നൽകിയ പരാതിയിൽ പറയുന്നത് വിദ്യാർത്ഥികൾ മാത്രമല്ല, പുറമേ നിന്നുള്ള മുതിർന്ന ആളുകൾ ഉൾപ്പെടെ ഈ ഒരു സംഘർഷത്തിൽ പങ്കെടുത്തിട്ടുണ്ട്. ഈ ഷഹബാസിനെ മർദ്ദിച്ചവരിൽ ഇത്തരത്തിൽ മുതിർന്ന ആളുകൾ ഉൾപ്പെടെ ഉണ്ട് എന്ന ഒരു പരാതി അല്ലെങ്കിൽ ഒരു ആരോപണം ഈ കുടുംബത്തിന്റെ ഭാഗത്തു നിന്നും ഉയർന്നു വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അക്കാര്യങ്ങളിലെല്ലാം തന്നെ പരിശോധന നടക്കേണ്ടതുണ്ട്. ഈ സംഭവവുമായി ബന്ധപ്പെട്ട് നിലവിൽ ഇന്നലെ 5 വിദ്യാർത്ഥികളെയാണ്, താമരശ്ശേരി ഹയർ സെക്കൻഡറി സ്കൂളിലെ 5 വിദ്യാർത്ഥികളെ താമരശ്ശേരി പോലീസ് കസ്റ്റഡിയിൽ എടുക്കുകയും ചോദ്യം ചെയ്യുകയും തെളിവെടുപ്പടക്കം നടത്തുകയും ചെയ്തിരുന്നു. ഈ അക്രമം നടന്ന സ്ഥലത്തെത്തി വിദ്യാർത്ഥികളെ തെളിവെടുപ്പ് നടത്തിയിട്ടുണ്ട്, മൊഴിയെടുപ്പ് നടത്തിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ നിരവധിയായിട്ടുള്ള CCTV ദൃശ്യങ്ങൾ, മൊബൈൽ ഫോൺ ദൃശ്യങ്ങൾ അടക്കം കേന്ദ്രീകരിച്ചായിരുന്നു അന്വേഷണം പുരോഗമിക്കുന്നത്. ഇത് വലിയ ഒരു മർദ്ദനം, വിദ്യാർത്ഥികൾ സംഘം ചേർന്നുള്ള ചേരിതിരിഞ്ഞുള്ള വലിയ മർദ്ദനം നടന്നു എന്നതിന്റെ അടിസ്ഥാനത്തിൽ തന്നെയായിരുന്നു അത്തരത്തിലൊരു പരിശോധന നടത്തിയത്. അതോടൊപ്പം തന്നെ ഈ വിദ്യാർത്ഥികളുടെ, ഈ കസ്റ്റഡിയിലെടുത്ത വിദ്യാർത്ഥികളുടെ ഫോണുകൾ പരിശോധിച്ചപ്പോഴാണ് ഇത്തരത്തിൽ ഗുരുതരമായിട്ടുള്ള പ്രശ്നങ്ങൾ കണ്ടെത്താൻ സാധിക്കുന്നത്. അതായത് വിദ്യാർത്ഥികൾ ഒരു ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് തുടങ്ങി, അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാം ചാറ്റ് ഒരു ഗ്രൂപ്പ് തുടങ്ങി അതിൽ ഇത്തരത്തിൽ
ഏത് രീതിയിലാണ് ഈ സംഭവത്തിൽ പ്രതികാരം ചെയ്യേണ്ടത്. അതായത് കഴിഞ്ഞ ഞായറാഴ്ച ഉണ്ടായിട്ടുള്ള ഈ സംഘം ചേർന്നുള്ള വാക്കുതർക്കം, അതിൽ ഈ കൂക്കുവിളി, ഒരു കളിയാക്കലുകൾ, അതിൽ ഏത് രീതിയിലാണ് പ്രതികാരം ചെയ്യേണ്ടത് എന്നതിനെ പറ്റിയെല്ലാം ചർച്ച ചെയ്യുന്ന, അല്ലെങ്കിൽ ഏത് രീതിയിൽ വിദ്യാർത്ഥികളെ അല്ലെങ്കിൽ എതിർ വിദ്യാർത്ഥികളെ മർദ്ദിക്കണം, സംഘർഷം നടത്തണം എന്നതിനെ പറ്റിയെല്ലാം കൃത്യമായി ചർച്ച ചെയ്യുന്ന ഒരു ഗ്രൂപ്പ് പോലീസിന്റെ ശ്രദ്ധയിൽപ്പെടുന്നു. അങ്ങനെയാണ് ഈ അന്വേഷണം കൂടുതൽ വിദ്യാർത്ഥികളിലേക്ക് കേന്ദ്രീകരിക്കുന്നത്. അതിനുശേഷം ഈ മർദ്ദനത്തിന് ശേഷം ഈ ഷഹബാസ് എന്ന വിദ്യാർത്ഥി അതീവ ഗുരുതരാവസ്ഥയിൽ ആശുപത്രിയിലായതിനു ശേഷവും ആ ഗ്രൂപ്പിൽ നടന്ന ചാറ്റുകളടക്കം ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. അതിൽ നിന്ന് തന്നെ നമുക്ക് വ്യക്തമാക്കാം വിദ്യാർത്ഥികൾ ഒരു മുൻധാരണ പ്രകാരം അല്ലെങ്കിൽ മുൻകൂട്ടിയുള്ള ഒരു വലിയ സംഘർഷത്തിന് കോപ്പ് കൂട്ടുകയായിരുന്നു എന്ന് തന്നെ നമുക്ക് ആ ചാറ്റുകളിൽ നിന്ന് തന്നെ വ്യക്തമാക്കാം. അതിൽ പല വിദ്യാർത്ഥികളും പറയുന്ന കാര്യങ്ങൾ ഏറെ ഞെട്ടിക്കുന്നതാണ്. അതായത് കൂട്ടയടിയായി കഴിഞ്ഞാൽ, അതിലൊരു വിദ്യാർത്ഥി മരിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ അതിലൊരാൾ മരിച്ചു കഴിഞ്ഞാൽ അതിൽ കേസുണ്ടാകില്ല എന്ന് പറയുന്ന വോയിസ് ക്ലിപ്പുകൾ അടക്കം അതിലുണ്ട്. അതോടൊപ്പം തന്നെ അതായത് ആ മരണം അവർ പ്രതീക്ഷിച്ചിരുന്നു, അതായത് അതീവ ഗുരുതരാവസ്ഥയിൽ തന്നെയാണ് ഈ മുഹമ്മദ് ഷഹബാസ് ഉള്ളതെന്ന് അവർ മനസ്സിലാക്കിയിരുന്നു. എന്നിട്ട് പോലും അക്കാര്യത്തിൽ ഒരു ദൗർഭാഗ്യകരമായി പോയൊരു സംഭവം എന്നുള്ള നിലയ്ക്കോ അല്ലെങ്കിൽ ഒരു സഹാനുഭൂതി ഉണ്ടാകുന്ന, സമപ്രായക്കാരനായ നമ്മൾ തന്നെ അടിച്ച ശേഷം അതിന് ഇങ്ങനെയൊന്ന് സംഭവിച്ചു പോയല്ലോ എന്നുള്ള ഭയപ്പാടോടുകൂടി ആ സംഭവത്തെ നോക്കിക്കാണുകയോ അങ്ങനെയുള്ള ഒരു തരത്തിലുള്ള അനുകമ്പാപൂർണമായ ഒരു വാക്ക് പോലും ആ ചാറ്റുകളിൽ എവിടെയുമില്ല എന്നുള്ളതാണ് അതിനകത്തെ ഏറ്റവും ഗുരുതരമായ കാര്യം. ഈ സംഭവങ്ങളൊക്കെ ഉണ്ടായ ശേഷം നടന്ന ചാറ്റുകളാണ് ഈ പുറത്തു വന്നിരിക്കുന്നത്. അതിൽ അവർ മരണമുണ്ടായാൽ പോലും എന്ന് പറയുമ്പോൾ അവർ ആ മരണം ഉണ്ടാകുന്നതിനെ പ്രതീക്ഷിച്ചിട്ടുണ്ട് പല ഘട്ടങ്ങളിലായിട്ട്. എങ്കിൽ പോലും നിയമ സംവിധാനത്തെയോ അല്ലെങ്കിൽ ഈ സമൂഹത്തെയോ അല്ലെങ്കിൽ ഒന്നിനെയും ഭയപ്പാടില്ലാത്ത ഒരു 15 വയസ്സുകാരുടെ ഒരു കൂട്ടായ്മയാണ് ആ സംഘർഷത്തിന് പിന്നിലെന്ന് തീർച്ചയായും അനുമാനിക്കാം, അല്ലേ? സംഗീത, ശരിയാണ്. നമുക്ക് മനസ്സിലാക്കാം ആ ഒരു ചാറ്റുകൾ അല്ലെങ്കിൽ ആ വിദ്യാർത്ഥികൾ നടത്തിയിട്ടുള്ള സംഭാഷണങ്ങൾ കാണുമ്പോൾ തന്നെ മനസ്സിലാക്കാം വളരെ ലാഘവത്തോടെ ഈ ഒരു വിഷയത്തെ ആ വിദ്യാർത്ഥികൾ കൈകാര്യം ചെയ്തിരിക്കുന്നു. അതായത് ഈ ഷഹബാസ് എന്ന് പറയുന്ന വിദ്യാർത്ഥിക്ക് മർദ്ദനമേൽക്കുന്നു, അല്ലെങ്കിൽ അവിടെ ഒരു കൂട്ടത്തല്ല് നടക്കുന്നു. അതിൽ നിരവധിയായിട്ടുള്ള വിദ്യാർത്ഥികൾക്ക് മർദ്ദനമേറ്റിട്ടുണ്ട്. അതിൽ ഏറ്റവും ഗുരുതരമായി പരിക്കേറ്റ ആശുപത്രിയിലായത് ഷഹബാസാണ്. ഷഹബാസിന്റെ നില അതീവ ഗുരുതരമാണ് എന്ന് കഴിഞ്ഞ ദിവസങ്ങളിൽ വാർത്തകൾ പുറത്തു വരുന്നു. അങ്ങനെ ഈ വിദ്യാർത്ഥികൾക്ക് എല്ലാവർക്കും തന്നെ മനസ്സിലായതാണ് ഈ സംഘർഷത്തിൽ ഏർപ്പെട്ട ഈ ഷഹബാസിന്റെ സഹപാഠികൾക്കും അതോടൊപ്പം തന്നെ ഈ താമരശ്ശേരി ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥികൾക്ക് ഉൾപ്പെടെ മനസ്സിലായതാണ് എന്താണ് സംഭവിച്ചിട്ടുള്ളത്. ഷഹബാസിന്റെ നില അതീവ ഗുരുതരമാണ് എന്ന് എല്ലാവർക്കും മനസ്സിലായതാണ്. അതിനുശേഷമാണ് ഇത്തരത്തിലുള്ള ചാറ്റുകൾ ആ ഗ്രൂപ്പിൽ നടന്നിട്ടുള്ളത് എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ. ആ ചാറ്റുകൾ അതാണ് വ്യക്തമാക്കുന്നത്. അതിൽ ഏറെ ലാഘവത്തോടെ ഒരു ജീവൻ പോകുന്നതിനെ സംബന്ധിച്ചാണ് ആ വിദ്യാർത്ഥികൾ സംസാരിക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഒരു വിദ്യാർത്ഥിയുടെ ജീവൻ അത് രക്ഷപ്പെടുത്താനാകുമോ ഇല്ലയോ എന്ന സംശയത്തിൽ ആ കുടുംബം അവിടെ കരഞ്ഞുകൊണ്ട് നിൽക്കുമ്പോഴാണ് ഈ സഹപാഠികളായിട്ടുള്ള സമപ്രായക്കാരായിട്ടുള്ള ഈ വിദ്യാർത്ഥികൾ ഇത്തരത്തിലുള്ള ചാറ്റുകൾ നടത്തുന്നത് അല്ലെങ്കിൽ സംസാരിക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. നമ്മൾ കുറച്ച് നാളുകൾക്ക് മുൻപാണ് എറണാകുളത്തെ മിഹിർ എന്ന് പറയുന്ന വിദ്യാർത്ഥിയുടെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ട് സമാന രീതിയിലുള്ള ചാറ്റുകൾ അല്ലെങ്കിൽ വോയിസ് ക്ലിപ്പുകൾ അടക്കമുള്ളവ നമ്മൾ കണ്ടിരുന്നു. ഈ വിദ്യാർത്ഥികൾക്കിടയിൽ ഇത്രത്തോളം പ്രതികാര മനോഭാവവും ഇത്രത്തോളം വൈര്യവും എങ്ങനെ ഉണ്ടാകുന്നു എന്നത് ആശങ്കപ്പെടുത്തുന്ന കാര്യമാണ്, ചർച്ച ചെയ്യേണ്ട കാര്യമാണ്. കാരണം ഈ വിദ്യാർത്ഥികൾ അതിനെ ഏറെ ലാഘവത്തോടെ കാണുന്നു. ഈ വിദ്യാർത്ഥിയുടെ അല്ലെങ്കിൽ ഈ ഷഹബാസിന്റെ അവസ്ഥ അതീവ ഗുരുതരാവസ്ഥയിലാണ് എന്നറിഞ്ഞതിന് ശേഷം വിദ്യാർത്ഥികൾ നടത്തിയ ചാറ്റ് ഇപ്രകാരമാണ്. അതായത് കൂട്ടത്തല്ലിൽ ഒരാൾ മരിച്ചാൽ അതിൽ കേസുണ്ടാവില്ല എന്നൊരു വിദ്യാർത്ഥി പറയണമെങ്കിൽ ഈ ഒരു കൂട്ടത്തല്ല് ഉണ്ടായി കഴിയുമ്പോൾ അതിന് സംഭവിക്കാൻ പോകുന്ന ആഫ്റ്റർ എഫക്ട്സുകൾ എന്തൊക്കെയാണ് എന്ന് ആ വിദ്യാർത്ഥികൾ മനസ്സിലാക്കിയിട്ടുണ്ടാവണം. ഗുരുതരമായി പരിക്കേറ്റ് കഴിഞ്ഞാൽ അല്ലെങ്കിൽ അതൊരു കേസിലോട്ട് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ, നിയമപരമായി ആ വിദ്യാർത്ഥികൾ നീങ്ങിക്കഴിഞ്ഞു കഴിഞ്ഞാൽ, അത് പരിക്കാണെങ്കിൽ അല്ലെങ്കിൽ കയ്യോ കാലോ ഒടിയുന്ന രീതിയിലുള്ള പരിക്കാണെങ്കിൽ അത് തങ്ങളെ ഈ രീതിയിലേ ബാധിക്കുകയുള്ളൂ. ഇനിയിപ്പോൾ ഒരു ജീവൻ പോയാൽ അത് ഈ രീതിയിലേ ബാധിക്കുകയുള്ളൂ എന്നതിനെ പറ്റിയെല്ലാം കൃത്യമായിട്ടുള്ള ഒരു അവബോധം ആ വിദ്യാർത്ഥികൾക്ക് ഉണ്ടായിരുന്നു എന്ന് തന്നെ വേണം മനസ്സിലാക്കാൻ. അല്ലാത്ത പക്ഷം അവർ അത്തരത്തിലൊരു ചാറ്റ് അവിടെ നടത്താനുള്ള സാധ്യതയില്ല. അതിനുശേഷം ഇത്തരത്തിൽ ഈ വിദ്യാർത്ഥി ഗുരുതരാവസ്ഥയിലാണെന്ന് മനസ്സിലാക്കിയതിനു ശേഷം അവർ പറയുന്നു, ഒരു വിദ്യാർത്ഥി പറയുന്ന വോയിസ് ക്ലിപ്പാണ് അതിലുള്ളത്. ഷഹബാസിനെ ഞാൻ കൊല്ലും എന്ന് ഞാൻ പറഞ്ഞിരുന്നു, ഇപ്പോൾ അവൻ്റെ കണ്ണ് പോയി നോക്കൂ എന്നടക്കം ഒരു വിദ്യാർത്ഥി പറയുന്നത് ആ വോയിസ് ക്ലിപ്പുകളിലുണ്ട്. അപ്പോൾ അത്രത്തോളം ഗുരുതരമായിട്ടുള്ള ഒരു വൈര്യം ഈ വിദ്യാർത്ഥികൾക്കിടയിൽ ഉണ്ടാകുന്നു. എന്താണ് അതിന് കാരണം എന്നതിനെപ്പറ്റി ഒരു വ്യക്തത വരേണ്ടതുണ്ട്. നമുക്കത് മനസ്സിലാക്കാൻ സാധിക്കുന്നത് മുൻപും വിദ്യാർത്ഥികൾക്കിടയിൽ നമുക്കറിയാം, ഈ സ്കൂൾ വിദ്യാർത്ഥികളാകുമ്പോൾ അല്ലെങ്കിൽ കോളേജ് വിദ്യാർത്ഥികളാകുമ്പോൾ പരസ്പരം ഇത്തരത്തിൽ പല പ്രശ്നങ്ങളും ഉണ്ടാകും, പല ഈഗോ ക്ലാഷുകളും ഉണ്ടാകും. എന്നാൽ അതിനെ ഇത്രത്തോളം വലിയ ഒരു ഗുരുതരമായിട്ടുള്ള ഒരു വിദ്യാർത്ഥിയുടെ ജീവൻ എടുക്കുന്നത് തരത്തിലേക്ക് എത്തുന്നു എന്ന് പറയുമ്പോൾ അത് ഏറെ ആശങ്കപ്പെടുത്തുന്നതാണ്. ഒരു
ഫെയർവെൽ പാർട്ടിക്കിടയിൽ ഉണ്ടായിട്ടുള്ള വാക്കുതർക്കം, ആ വാക്കുതർക്കം ഒരു കൂട്ടത്തല്ലിൽ കലാശിക്കുന്നു. ആ കൂട്ടത്തല്ലിനിടയിൽ ഒരു വിദ്യാർത്ഥിക്ക് അതീവ ഗുരുതരമായി പരിക്കേൽക്കുന്നു. ആ വിദ്യാർത്ഥിയെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചതിന് ശേഷവും ആ ഒരു മൃഗീയത ഈ വിദ്യാർത്ഥികളിൽ തുടരുന്നു എന്ന് പറയുമ്പോൾ അത് എത്രത്തോളം ഗുരുതരമാണ് എന്നത് ആശങ്കപ്പെടുത്തുന്ന കാര്യം തന്നെയാണ്. നമ്മൾ ഇന്നലെ ഈ വിദ്യാർത്ഥികളിൽ 5 പേരെയായിരുന്നു കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ടായിരുന്നത്. അതിൽ 3 വിദ്യാർത്ഥികളെ ഇത്തരത്തിൽ ഈ മൊഴിയെടുക്കുന്നതിൻ്റെയും അല്ലെങ്കിൽ തെളിവെടുക്കുന്നതിൻ്റെയും ഭാഗമായി താമരശ്ശേരിയിലെ ഈ അക്രമം നടന്ന ട്രൈസ് ട്യൂഷൻ സെന്ററിന്റെ താഴത്തെത്തിച്ച് ഈ അക്രമം നടന്ന സ്ഥലത്തെത്തിച്ച് തെളിവെടുക്കുന്ന ദൃശ്യങ്ങൾ നമ്മൾ കണ്ടിരുന്നു. അതിൽ ആ വിദ്യാർത്ഥികളുടെ മുഖത്ത് യാതൊരു വിധത്തിലുള്ള സഹാനുഭൂതിയോ അനുകമ്പയോ നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നില്ല. ആ വിദ്യാർത്ഥികൾ വളരെ കാഷ്വലായി ഒരു തല്ല് നടന്നു, അങ്ങനെ വന്ന് സംസാരിക്കുന്നു, പോലീസുകാരോട് സംസാരിക്കുന്നു. അങ്ങനെ അത്തരത്തിൽ ഏറെ ലാഘവത്തോടെ ഈ വിഷയത്തെ കൈകാര്യം ചെയ്യുന്നതാണ് ആ വിദ്യാർത്ഥികളിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ സംഗീത സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ വിദ്യാർത്ഥികൾക്കിടയിൽ എന്താണ് ഇത്രത്തോളം വലിയ പ്രതികാര മനോഭാവം ഉണ്ടാകാനുള്ള സാഹചര്യം എന്നതിനെപ്പറ്റി കൃത്യമായി പരിശോധിക്കേണ്ടിയിരിക്കുന്നത്. ഇത് ഒരു ഒറ്റപ്പെട്ട സംഭവമല്ല എന്നതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. കാരണം ഒരു വിദ്യാർത്ഥിയുടെ ജീവൻ നഷ്ടപ്പെടുന്നത് ആദ്യമായിട്ടാണ്, ഇത്തരത്തിലുള്ള വലിയ ആക്രമണത്തിൽ ഒരു ജീവൻ നഷ്ടപ്പെടുന്നത് ആദ്യമായിട്ടാണ് എങ്കിലും ഈ വിദ്യാർത്ഥികൾക്കിടയിൽ, പ്രത്യേകിച്ചും ഈ 18 വയസ്സിന് താഴെയുള്ള സ്കൂൾ കോളേജ് വിദ്യാർത്ഥികൾക്കിടയിൽ ഇത്രത്തോളം വലിയ റാഗിങ് അല്ലെങ്കിൽ ഇത്രത്തോളം വലിയ അക്രമങ്ങൾ ആദ്യമായിട്ടല്ല ഉണ്ടാകുന്നത്. കഴിഞ്ഞ കാലയളവിൽ നിരവധിയായിട്ടുള്ള സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഇന്നലെ അടക്കം തിരുവനന്തപുരത്ത് നിന്നും സമാനമായിട്ടുള്ള രീതിയിൽ സഹപാഠികൾ ഒരു ജൂനിയർ വിദ്യാർത്ഥിയെ നിലത്തിട്ട് വലിച്ചിഴച്ച് ചവിട്ടുന്ന അടക്കമുള്ള ദൃശ്യങ്ങൾ പുറത്തു വന്നിരുന്നു. അങ്ങനെ സമാനമായിട്ടുള്ള രീതിയിൽ വിദ്യാർത്ഥികൾ പരസ്പരം ഏറ്റുമുട്ടുന്ന ക്രൂരത, അതിക്രൂരമായിട്ടുള്ള രംഗങ്ങൾ ഈ കഴിഞ്ഞ കാലയളവിലെല്ലാം തന്നെ പുറത്തു വന്നിട്ടുണ്ട്. അതിലെല്ലാം കൃത്യമായിട്ടുള്ള പഠനങ്ങൾ നടക്കേണ്ടതുണ്ട്, കൃത്യമായിട്ടുള്ള പരിശോധനകൾ നടക്കേണ്ടതുണ്ട്. നമ്മൾ സൂചിപ്പിച്ചതുപോലെ തന്നെ നിലവിൽ ഇപ്പോൾ ഷഹബാസിന്റെ മൃതദേഹം കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലാണ് ഉള്ളത്. 10 മണിയോടുകൂടി തന്നെ പോസ്റ്റ്മോർട്ടം നടപടികൾ ആരംഭിക്കും. തുടർന്ന് ഇന്ന് തന്നെ മൃതസംസ്കാര ചടങ്ങുകൾ ഉണ്ടാകുമെന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഈ കേസുമായി ബന്ധപ്പെട്ട് 5 വിദ്യാർത്ഥികളാണ് നിലവിലിപ്പോൾ പോലീസ് കസ്റ്റഡിയിലുള്ളത്. ഇവരുടെ അറസ്റ്റ് അടക്കമുള്ള നടപടികളിലേക്ക് ഇന്ന് തന്നെ കടക്കുമെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുക. അതോടൊപ്പം തന്നെ CCTV ദൃശ്യങ്ങൾ, അതോടൊപ്പം തന്നെ ആ പ്രദേശത്ത് നിന്നും ഈ ദൃക്സാക്ഷികളുടെ അടക്കം അവരുടെ പക്കലുള്ള മൊബൈൽ ദൃശ്യങ്ങളടക്കം കേന്ദ്രീകരിച്ചുകൊണ്ടാണ് അന്വേഷണം നടക്കുന്നത്. അപ്പോൾ കൂടുതൽ വിദ്യാർത്ഥികൾ ഈ ഒരു കേസിന്റെ ഭാഗമാകാനുള്ള സാധ്യതയുണ്ട്. പ്രതിപട്ടികയിൽ കൂടുതൽ വിദ്യാർത്ഥികൾ ഉൾപ്പെടെ വരാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ നിയമ നടപടികൾ കൂടുതൽ ശക്തമാക്കാൻ തന്നെയാണ് താമരശ്ശേരി പോലീസിന്റെ തീരുമാനം. അപ്പോൾ അതിനനുസരിച്ചുള്ള നിയമപരമായിട്ടുള്ള നടപടികൾ വരും മണിക്കൂറുകളിൽ ഉണ്ടാകും. സംഗീത.